പൂപ്പാറയിലെ കയ്യേറ്റം ഒഴിപ്പിക്കൽ നടപടികൾ ആരംഭിച്ചു. 56 അനധികൃത നിർമ്മാണങ്ങൾ ഒഴിപ്പിക്കും. പൂപ്പാറ ടൗണിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് ഒഴിപ്പിക്കൽ നടപടി. പൂപ്പാറയിൽ വൻ പോലീസ് സന്നാഹമാണുള്ളത്. സന്ദീപ് രാജാക്കാട് നൽകും കൂടുതൽ വിവരങ്ങൾ. സന്ദീപ് രാജാക്കാട്, ഒഴിപ്പിക്കൽ ഒരു ശ്രമകരമായ ദൗത്യമായി മാറുമോ? എന്താണ് സ്ഥലത്തേക്ക് എത്തുമ്പോൾ നമുക്കവിടെ കാണാൻ കഴിയുന്നത്? സുജയ, തീർച്ചയായിട്ടും ഒഴിപ്പിക്കൽ നടപടികളുമായി റവന്യൂ വകുപ്പ് ഇപ്പോൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇടുക്കി സബ് കളക്ടർ അരുൺ എസ് നായരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇപ്പോൾ ഒഴിപ്പിക്കൽ നടപടികൾ നടത്തി വന്നുകൊണ്ടിരിക്കുന്നത്. ഈ നടപടികളുമായി മുമ്പോട്ട് പോകും എന്ന് തന്നെ വ്യക്തമാക്കിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ കടകളിലും കയറി ഇൻഡിവിജ്വലായി അവരോട് പറയുകയാണ് ഈ നോട്ടീസ് നൽകിയിരിക്കുന്നത്. കടകൾ പൂർണ്ണമായും അടച്ചിടണം എന്നുള്ളതാണ്. എന്നാൽ ഈ കടകളിലെ സാധനങ്ങൾ എല്ലാം എടുത്തു മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സാവകാശം കൊടുക്കുമെന്ന് രാവിലെ തന്നെ ഈ കട ഉടമകൾക്ക് അറിയിപ്പ് നൽകിയിരുന്നു. ഒപ്പം തന്നെ വീടുകൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ 56 കെട്ടിടങ്ങളിൽ വീടുകൾ ഉൾപ്പെട്ടിട്ടുണ്ട്. ആ വീടുകളിൽ താമസിക്കുന്ന ആരെയും ഒഴിപ്പിക്കില്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അത് സർക്കാരിൻ്റെ ഒരു നയത്തിൻ്റെ ഭാഗമായിട്ടാണ്. പക്ഷേ എന്നാൽ ഈ ആളുകൾ, അതായത് അനധികൃതമായിട്ടുള്ള ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൊളിച്ചു നിൽക്കുവാൻ ഹൈക്കോടതിയുടെ ഉത്തരവ് നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം നടപടിയിലേക്ക് കടക്കാതിരിക്കുവാൻ കഴിയില്ല. ഈ ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധി ആയതുകൊണ്ട് തന്നെ അപ്പീൽ സർക്കാരിന് നൽകിയിട്ടുണ്ട് എങ്കിൽ പോലും, ഇല്ലെങ്കിൽ സബ് കളക്ടർക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ പോലും അത് നിലനിൽക്കുന്നതല്ല. നടപടികളിലേക്ക് കടക്കുകയല്ലാതെ മറ്റു മാർഗങ്ങളില്ല എന്നുള്ളത് വ്യക്തമായതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഈ നോട്ടീസ് കിട്ടിയ 56 കയ്യേറ്റങ്ങളും ഏറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി. ഇപ്പോൾ ഈ കടകളടക്കം ഏറ്റെടുത്ത് സീൽ ചെയ്യും. അതിനുശേഷം താമസിക്കുന്ന വീടുകളിൽ നിന്ന് ആളുകളെ വിടില്ല എങ്കിൽ പോലും, ഇറക്കി വിടുന്നില്ല എങ്കിൽ പോലും അതും ഏറ്റെടുത്ത് നടപടികൾ പൂർത്തീകരിക്കും. കയ്യേറ്റങ്ങൾ, ഈ 56 കയ്യേറ്റങ്ങളും പൂർണ്ണമായും ഒഴിപ്പിച്ച് ഏറ്റെടുക്കുന്ന നടപടികൾ പൂർത്തീകരിച്ചതിന് ശേഷമാകും റവന്യൂ വകുപ്പ് ഇവിടെ നിന്ന് മടങ്ങുക. ഇതിനുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നു വരുന്ന ഒരു സാഹചര്യം രാവിലെ ഉണ്ടായിരുന്നു. എന്നാൽ അവരുമായി ചർച്ച നടത്തി. ഇതിൽ മറ്റൊരു നിയമ നടപടിയും സ്വീകരിക്കുവാൻ കഴിയില്ല. അവർ അപ്പീൽ പോയി എന്ന് പറയുമ്പോൾ പോലും ഡിവിഷൻ ബെഞ്ചിന്റെ വിധിയിൽ അങ്ങനെ അപ്പീലുമായി മുമ്പോട്ട് പോകാൻ സാധിക്കില്ല. അത് സുപ്രീം കോടതിയെ സമീപിക്കേണ്ടതാണ്. അത് ഈ 3.5 ആഴ്ചകൾ പിന്നിട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാതെ ഇന്ന് മുമ്പോട്ട് പോകുവാൻ റവന്യൂ വകുപ്പിന് കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് അത്തരം ഒരു നടപടി വേഗത്തിൽ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് പൂപ്പാറ ടൗണിൽ നിരോധനാജ്ഞയാണ്. വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഇപ്പോൾ സന്ദീപ് രാജാക്കാട് നൽകിക്കൊണ്ടിരിക്കുന്നത്. തത്സമയം ഒഴിപ്പിക്കാനെത്തിയ സംഘത്തിന്റെ ദൃശ്യങ്ങളും പ്രേക്ഷകർ ഇപ്പോൾ റിപ്പോർട്ടറിലൂടെ കാണുന്നു. പൂപ്പാറയിലെ കയ്യേറ്റം ഒഴിപ്പിക്കുന്നു. പന്നിയാർ പുഴയുടെ പുറമ്പോക്കിലുള്ള വീടുകളും കടകളും ഉൾപ്പെടെയുള്ള 56 കെട്ടിടങ്ങളാണ് ഒഴിപ്പിക്കുന്നത്. അതിനായുള്ള ക്രമീകരണങ്ങൾ അവിടെ നടക്കുന്നു. ഉദ്യോഗസ്ഥരുടെ തത്സമയ ദൃശ്യങ്ങളാണ് സന്ദീപ് രാജാക്കാട് പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇടുക്കി പൂപ്പാറയിലെ പന്നിയാർ പുഴയുടെ തീരത്തുള്ള കയ്യേറ്റം, പന്നിയാർ പുഴയുടെ പുറമ്പോക്കിലുള്ള വീടുകളും കടകളും ഉൾപ്പെടെ 56 കെട്ടിടങ്ങൾ ഒഴിപ്പിക്കുന്നു. സന്ദീപ് രാജാക്കാട്, റവന്യൂ വകുപ്പ് നേരത്തെ തന്നെ പോലീസിന്റെ സഹായം തേടുന്നു. പൂപ്പാറയിൽ നിരോധനാജ്ഞയുണ്ട്. ഈ കയ്യേറ്റം ഒഴിപ്പിക്കൽ തടയും എന്ന നിലപാടുമായി ആക്ഷൻ കൗൺസിൽ രംഗത്ത് വന്നിട്ടുണ്ടല്ലോ. കോടതി അനുവദിച്ച സമയം അത് 45 ദിവസമാണ്. അത് കഴിഞ്ഞില്ല എന്നൊക്കെ അവർ പറയുന്നുണ്ട്. അവരും അവിടെ സജീവമാണോ സന്ദീപ്? സുജയ, ആ കാര്യത്തിൽ സബ് കളക്ടറുമായി അവർ സമരക്കാർ സംസാരിച്ചിരുന്നു. എന്നാൽ അതിൻ്റെ നിയമപരമായ കാര്യങ്ങൾ സബ് കളക്ടർ അവരെ ബോധ്യപ്പെടുത്തി എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഈ നടപടികളുമായി മുമ്പോട്ട് പോകുമ്പോൾ ഒരു കാരണവശാലും ഹൈക്കോടതിയുടെ നിർദ്ദേശമായതുകൊണ്ട് അത് നടപ്പിലാക്കിയില്ല എങ്കിൽ കോർട്ടലക്ഷ്യം എന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തും. അതുകൊണ്ട് തന്നെ ഈ നടപടികൾ പൂർത്തീകരിക്കാതെ റവന്യൂ വകുപ്പിന് പോകുവാൻ കഴിയില്ല എന്ന കാര്യങ്ങൾ സബ് കളക്ടർ തന്നെ ഈ സമരക്കാരുമായി ആദ്യം തന്നെ വ്യക്തമാക്കിയിരുന്നു. അതിനുശേഷം അവർ കൂടിയാലോചിക്കാൻ സമയം അനുവദിച്ചു. പിന്നീടാണ് അദ്ദേഹം പറഞ്ഞത് ഈ കടകളിലുള്ള സാധനങ്ങൾ എടുത്തു മാറ്റുന്നതിന് ഒരു നിർദ്ദേശം നൽകാം, അത് എടുത്തു മാറ്റുന്നതിനുള്ള ഒരു സാവകാശം നൽകാം. അതല്ലാതെ മറ്റൊരു നടപടിയിലേക്ക് നമുക്ക് സാറ് ഇന്ന് നടപടികൾ പൂർത്തീകരിച്ചത് തന്നെ പോവുകയാണ്. അതെ, നടപടികൾ പൂർത്തീകരിച്ചിട്ടായിരിക്കും തിരിച്ചു പോകും. ഏത് തരത്തിലായിരിക്കും? ഇപ്പോൾ കടകളിൽ സാധനങ്ങളുണ്ട്, വീടുകളിൽ ആളുകളുണ്ട്. കടകളിൽ സാധനങ്ങൾ മാറ്റാനുള്ള സമയം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി കൊടുത്തതാണ്. ഏകദേശം 1.5 മാസം മുന്നേ നമ്മൾ നോട്ടീസ് കൊടുത്തതാണ്. അപ്പോൾ ഇനിയും നമ്മൾ മാനുഷിക പരിഗണന വെച്ചിട്ട് ഇപ്പോൾ മാറ്റണം എന്ന താല്പര്യമുള്ളവർക്ക് മാറ്റാം ഉള്ള സാവകാശം കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് പെരിഷബിൾ ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ മാറ്റാവുന്നതാണ്. ഇനി അതല്ല, നശിച്ചു പോകാത്ത സാധനങ്ങളാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് അടുത്ത ദിവസങ്ങളിൽ, തൊട്ടടുത്ത ദിവസം തന്നെ വേണമെങ്കിൽ ആപ്ലിക്കേഷൻ തന്ന് ഈ സാധനങ്ങൾ മാറ്റാവുന്നതാണ്. വീടുകളൊന്നും തന്നെ നമ്മൾ ഒഴിപ്പിക്കുന്നില്ല. വീടുകളിൽ അവർക്ക് തുടർന്ന് താമസിക്കാവുന്നതാണ്. സുജയ, അത്തരത്തിലാണ് റവന്യൂ ഉദ്യോഗസ്ഥർ വീണ്ടും വ്യക്തമാക്കുന്നത്. ആരെയും ഒഴിപ്പിച്ച് ഇറക്കി വിടുന്ന ഒരു നടപടിയല്ല, മറിച്ച് കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ഈ നടപടികൾ സ്വീകരിക്കാതിരിക്കുവാൻ, മുമ്പോട്ട് പോകാതിരിക്കുവാൻ കഴിയില്ല. പ്രതിഷേധവുമായി തന്നെ മറ്റ് ആളുകൾ കൂടി ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആളുകളുടെ ഒരു
പ്രതിഷേധം സ്വാഭാവികമായിട്ടും ഉയരുന്നതാണ്. അത്തരത്തിലുള്ള ഒരു അതെ പ്രതിഷേധം സന്ദീപ്, പ്രത്യേകിച്ച് ഇവിടെയും കാര്യങ്ങൾ കൂടി അവരുടെ കടകളുടെയൊക്കെ ഉടമകളുടെ മനസ്സിലാക്കുന്നു. പ്രതികരണത്തിലേക്ക് പോകണം. കുടിയേറി വീടുകളും ഉപജീവനത്തിനായി കടമുറികളും ആ ഒരു ദൃശ്യങ്ങളിലേക്ക് കൂടി നമുക്ക് പോകാമെന്ന് കരുതുന്നു സുജയ. കാണാം സന്ദീപ്, അവരോട് ചോദിക്കാം. ആറാഴ്ച സമയം തന്നല്ലോ, അതിൽ ഒരാഴ്ച ചോദിക്കുന്നുള്ളൂ, ഒരൊറ്റ ആഴ്ച. അത് തരുന്നതിന് സാറിന് മാസം ശമ്പളം ക്രെഡിറ്റ് ആവണോണ്ടാ സാർ അത് പറയണേ. നാളെ തൊട്ട് ഞാൻ എവിടെ എന്റെ കാര്യങ്ങൾ എങ്ങനെ നടക്കും സാറേ? നാളെ തൊട്ട് സാറിന് മാസം ക്രെഡിറ്റ് ആവും. നിങ്ങൾക്ക് ഈ ആറാഴ്ച കോടതി തന്ന സമയത്തുള്ള ഒരാഴ്ചയല്ലേ ചോദിക്കണേ, അത് തരുന്നതിന് എന്നാ സാറേ പ്രശ്നം? സാറേ, ഈ ഘട്ടത്തിന്റെ അടികളില് എല്ലാവരും താമസക്കാരുണ്ട്. ഞങ്ങളുടെ ഈ കട അവർ പെട്രോൾ ഒഴിക്കും. ഞങ്ങൾ ചാനലുകാരോട് പറഞ്ഞേ, ഇതിന്റെ അടിയിലൊക്കെ താമസക്കാരുണ്ട്, ഞങ്ങൾക്ക് ജീവിക്കാനുള്ള ഇത് മാത്രമേ ഉള്ളൂ. ആരെ ഒരു കട സീൽ ചെയ്താൽ അതിന്റെ അകത്തുള്ള പിള്ളേരെ വെച്ച് തീർക്കും. ഞങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് പോലീസ് അറസ്റ്റ് ചെയ്ത് പോയി തീ അണയ്ക്കാം. ഇതിന്റെ അടിയിലിരിക്കുന്ന എല്ലാ പെണ്ണുങ്ങളുടെയും പെട്രോൾ ഇരിക്കുക. ഞങ്ങൾ കത്തിക്കും, ഞങ്ങൾക്ക് ജീവിച്ചാൽ പറ്റും, ഞങ്ങൾ കത്തിക്കും. ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളൊക്കെ ചേട്ടൻ കാണിച്ചില്ല. നിങ്ങൾ എല്ലാ കുടുംബത്തിന്റെ അടിയിൽ കൂടെ വാ. സമാനമായ സാഹചര്യത്തിലേക്ക് പോവുകയാണ്. കടകൾ കത്തിക്കുമെന്ന ഭീഷണിയാണ് ഇപ്പോൾ കടമുറിയുടെ ഉടമകൾ തന്നെ പറയുന്നത്. ഒരാഴ്ച കൂടി സാവകാശം വേണമെന്ന ആവശ്യമാണ് അവർ ഉന്നയിക്കുന്നത്. 56 കെട്ടിടങ്ങൾ, അതിൽ വീടുകളുണ്ട്, കടമുറികളുണ്ട്. അങ്ങനെയുള്ള ഇവയെല്ലാം ഒഴിയാനുള്ള സമയം ഇന്ന് അവസാനിക്കുകയാണ്. ഒരാഴ്ച കൂടി സാവകാശം വേണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. ആ സാവകാശം തന്നില്ലെങ്കിൽ തങ്ങൾ ഇത് കത്തിക്കും എന്നാണ് ഇപ്പോൾ കടയുടമകൾ തത്സമയ പ്രതികരണങ്ങളിൽ വ്യക്തമാക്കുന്നത്. വലിയ സംഘർഷാവസ്ഥയ്ക്ക് സാധ്യതയുള്ളതിനാൽ പോലീസ് സന്നാഹം അവിടെയുണ്ട്. നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ ആളുകൾ ഇപ്പോഴും അവിടെ കൂട്ടം കൂടി നിൽക്കുകയാണ്. കൂടുതൽ പോലീസിനെ അവിടേക്ക് വിന്യസിക്കേണ്ട സാഹചര്യം ഒരുപക്ഷെ ഉണ്ടായേക്കാം. സ്ത്രീകളടക്കമുള്ളവരെ ദൃശ്യങ്ങളിൽ കാണാം. വീടുകളിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ തങ്ങൾ ഇപ്പോൾ ആവശ്യപ്പെടുന്നില്ല. കടകളിൽ പെട്ടെന്ന് നശിക്കുന്ന സാധനങ്ങൾ എടുത്തു മാറ്റൂ എന്നാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ പറഞ്ഞിരിക്കുന്നത്. നശിക്കാത്തവ അപേക്ഷകൾ നൽകി പിന്നീട് നിങ്ങൾക്ക് എടുത്തു മാറ്റാം എന്നും പറയുന്നുണ്ട്. കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. പന്നിയാർ പുഴയുടെ തീരത്തുള്ള മേഖലയാണ് ഇത്. പൂപ്പാറ ടൗണിൽ നിന്നുള്ള 56 കയ്യേറ്റങ്ങൾ, അതിൽ കടമുറികളുണ്ട്, വീടുകളുണ്ട്. താമസിക്കാനുള്ള സംവിധാനം ചെയ്ത് പിന്നെ എന്ത് ചെയ്യും? അവരുടെ കഷ്ടപ്പാട്. ഇവന് ഭർത്താവില്ല, ഒന്നാമത് ഇതിന് ഭർത്താവില്ലാത്ത ആകെ മൊത്തം ഒരു മഹാനുണ്ട്. 2 മക്കളുടെ ഒരാൾ മരിച്ച്, ഒരുത്തർ സുഖമില്ലാണ്ട് കിടക്കുക, വയ്യാണ്ട് കിടക്കാന്ന് പറഞ്ഞിട്ട് 1 മാസത്തിന് മേളിലായി സീരിയസ് ആയിട്ട്. പൂപ്പാറയിലേത് കയ്യേറ്റമല്ല എന്ന നിലപാടിൽ നാട്ടുകാർ ഉറച്ചു നിൽക്കുകയാണ്. അസുഖബാധിതരായ ആളുകളുണ്ട്, അവരെ എടുത്ത് മാറ്റാൻ കഴിയില്ല എന്നവർ പറയുന്നു. പൂപ്പാറയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളും വിവരങ്ങളുമാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കൊപ്പം സന്ദീപ് രാജാക്കാടുണ്ട്. സന്ദീപ്, കൂടുതൽ പോലീസിനെ വിന്യസിക്കേണ്ട ഒരു സാഹചര്യമുണ്ടോ? അവിടെ ആളുകൾ മുഴുവൻ ഇളകി നിൽക്കുകയാണ്. സുജയ, പോലീസ് ഇവിടെ രാവിലെ സുരക്ഷാ സംവിധാനം ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണമെന്ന് നേരത്തെ തന്നെ റവന്യൂ വകുപ്പ് ആവശ്യപ്പെട്ടിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ വലിയ രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ പോലീസിന്റെ ഭാഗത്ത് ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണമെന്ന് നേരത്തെ തന്നെ റവന്യൂ വകുപ്പ് ആവശ്യപ്പെട്ടിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ വലിയ രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടായിരുന്നു ഇന്ന് രാവിലെ 7 മണി മുതൽ നിരോധനാജ്ഞ ഇവിടെ പ്രഖ്യാപിക്കുകയും അത്തരം നടപടികളിലേക്ക് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. എന്തായിരുന്നാലും ആ രാവിലത്തെ ഘട്ടം മുതൽ തന്നെ തങ്ങളുടെ ഒരു ആവശ്യം പരിഗണിക്കണമെന്ന ഒരു കാര്യം ഇവർ വ്യാപാരികൾ മുന്നോട്ട് വെച്ചിരുന്നു. വർഷങ്ങളായി തന്നെ താമസിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയാണ് തങ്ങൾക്കുള്ളത്. തങ്ങളുടെ ആ ആവശ്യം അംഗീകരിക്കണം, പരിഗണിക്കണം എന്നുള്ള ആവശ്യമാണ് ഇപ്പോഴും അവർ മുന്നോട്ട് വയ്ക്കുന്നത്. അതിൽ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ റവന്യൂ വകുപ്പ് എടുത്തിരിക്കുന്ന ഒരു തീരുമാനം ഇപ്പോൾ ഈ കടകളിലുള്ള സാധനങ്ങൾ എടുത്ത് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള അവസരം കൊടുക്കും. ഒപ്പം തന്നെ താമസിക്കുന്ന ആളുകളെ ആരെയും ഇറക്കി വിടുന്നില്ല എന്നുള്ള ഒരു നിലപാടാണ് ഇപ്പോൾ റവന്യൂ വകുപ്പ് എടുത്തിരിക്കുന്നത്. എന്നാൽ അതിന് ഒരു ആഴ്ച കാലം കൂടി സമയം വേണം എന്ന ആവശ്യമാണ് ഇപ്പോൾ ഈ വ്യാപാരികൾ മുന്നോട്ട് വെക്കുന്നത്. അതില്ലാതെ ഒരു പിന്നോട്ട് പോകാൻ കഴിയില്ല, തങ്ങൾക്ക് മറ്റു മാർഗങ്ങളില്ല. അതുകൊണ്ട് തന്നെ ഒരാഴ്ച സന്ദീപ്, ഒരു വ്യക്തതയ്ക്ക് വേണ്ടിയാണ്, അതായത് ഈ കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിനായി ഹൈക്കോടതി അനുവദിച്ചിരിക്കുന്ന സമയപരിധി അത് 45 ദിവസമല്ലേ? അത് പൂർത്തിയാകുന്ന ഘട്ടത്തിലല്ലേ ഒഴിപ്പിക്കലിനായി ഇപ്പോൾ പ്രത്യേക സംഘം അവിടെ എത്തിയിരിക്കുന്നത്?
സുജയ, തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ഇവർ ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരുന്ന അപ്പീൽ തള്ളുകയും ഒപ്പം തന്നെ 6 ആഴ്ചയ്ക്കുള്ളിൽ ഇവ ഏറ്റെടുത്ത് നടപടികൾ പൂർത്തീകരിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുവാൻ ഇടുക്കി ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ജില്ലാ കളക്ടറുടെ നിർദ്ദേശത്തെ തുടർന്ന് റവന്യൂ സംഘം എത്തിയതും ഒപ്പം തന്നെ ഈ നടപടികളിലേക്ക് നീങ്ങുകയും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും നടത്തുവാൻ കഴിയില്ല എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ പോലീസ് കൂടുതൽ ഇവിടേക്ക് എത്തിയിരിക്കുകയാണ്. അത്തരം പ്രതിഷേധങ്ങളിലേക്ക് നിൽക്കാൻ കഴിയില്ല. നിരോധനാജ്ഞ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ കൂട്ടം കൂടാൻ പാടില്ല എന്ന തരത്തിലേക്ക് പോലീസിന്റെ നിർദ്ദേശം എത്തിയിരിക്കുന്നു. പോലീസ് അവിടെയുള്ള ആ ഒരു പ്രതിഷേധത്തിനിടയിലേക്ക് ഇടപെടുന്ന ഒരു ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അത്തരം നടപടികൾ എന്തു തന്നെ ഉണ്ടായാലും ഈ നടപടി പൂർത്തീകരിക്കാതെ പോകുവാൻ കഴിയില്ല എന്ന് തന്നെയാണ് റവന്യൂ വകുപ്പ് വ്യക്തമാക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഇടപെടലുകളും നടന്നുകൊണ്ടിരിക്കുന്നു. എന്തായിരുന്നാലും ഇപ്പോൾ റവന്യൂ വകുപ്പ് വ്യക്തമാക്കിയിരിക്കുന്നത് ഈ കടകൾ പൂർണ്ണമായും സീൽ ചെയ്യും. എന്നാൽ ഈ സാധനങ്ങൾ എടുത്തു മാറ്റുന്നതിനുള്ള സാവകാശമുണ്ട്. അത് ഇപ്പോൾ തന്നെ മാറ്റാം. ഇല്ല എങ്കിൽ അത് അപേക്ഷ സമർപ്പിച്ച് എടുത്തു മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് എന്ന് സബ് കളക്ടർ അല്പം മുമ്പ് നമ്മളോട് പറഞ്ഞു. ഒപ്പം തന്നെ താമസിക്കുന്ന ആളുകളുടെ വിവരങ്ങൾ കൃത്യമായി ഈ റവന്യൂ വകുപ്പ് ശേഖരിച്ചിട്ടുണ്ട്. അവരെ ഒഴിപ്പിച്ച് ഇറക്കി വിടുന്ന ഒരു നടപടിയിലേക്ക് നീങ്ങുന്ന സാഹചര്യം ഉണ്ടാകില്ല. അവരോട് ഇറങ്ങിപ്പോകുവാൻ പറയില്ല. താമസക്കാർക്ക് അവിടെ തന്നെ താമസിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യമുണ്ട്. ഒരു കാരണവശാലും ഇറക്കി വിടില്ല എന്ന് തന്നെ അവർ വ്യക്തമാക്കുന്നു. അതുകൊണ്ട് തന്നെ എന്നാൽ ഇവർ ആവശ്യപ്പെടുന്നത് ഈ 6 ആഴ്ച സമയം നൽകിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരാഴ്ച കൂടി തങ്ങൾക്ക് സമയം തരണം. ഇത് ഒഴിഞ്ഞു പോകുവാൻ ഞങ്ങൾ ചാനലുകാരോട് പറഞ്ഞ ഇതിന്റെ അടിയിലൊക്കെ താമസക്കാരുണ്ട്. ഞങ്ങൾക്ക് ജീവിക്കാനുള്ള ഇത് മാത്രമേ ഉള്ളൂ. ഒരു കട സീൽ ചെയ്താൽ അതിന്റെ അകത്തുള്ള പിള്ളേരെ വെച്ച് ഞങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് പോലീസ് അറസ്റ്റ് ചെയ്ത് പോയി തീ അണയ്ക്കാം. ഇതിന്റെ അടിയിലിരിക്കുന്ന എല്ലാ പെണ്ണുങ്ങളുടെയും പെട്രോൾ ഇരിക്കുക. ഞങ്ങൾ കത്തിക്കും. ഞങ്ങൾക്ക് ജീവിച്ചാൽ പറ്റും. ഞങ്ങൾ കത്തിക്കും. ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളൊക്കെ കാണിച്ചില്ല. നിങ്ങൾ എല്ലാ കുടുംബത്തിന്റെ അടിയിൽ സന്ദീപ്, നമ്മൾ നേരത്തെ പ്രതികരണങ്ങളിൽ കണ്ടതാണ്. കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് പോകാമെന്ന് കരുതുന്നു. 6 പതിറ്റാണ്ടോളമായി ഈ കടമുറികളൊക്കെ ഇവിടെ നിലനിൽക്കുന്നതാണ്. അത് ഒഴിപ്പിക്കാനുള്ള കോടതിയുടെ ഉത്തരവ് എല്ലാ വശങ്ങളും പരിശോധിച്ചതിന് ശേഷം വരുമ്പോൾ സാവകാശവും അനുവദിക്കുന്നു. ആ സാവകാശം കുറച്ചുകൂടി നീട്ടണമെന്ന അവരുടെ ആവശ്യം അത് ഒരു മാനുഷിക പരിഗണന നൽകി അംഗീകരിക്കാനുള്ള ഒരു സാധ്യതയുണ്ടോ? കോടതി ഉത്തരവ് ഒരു ഭാഗത്ത് നിൽക്കുന്നു. ഉദ്യോഗസ്ഥർക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കഴിയുമോ സന്ദീപ്? സുജയ, അത്തരം ഒരു സാങ്കേതികമായ കാര്യങ്ങൾ നിലനിൽക്കുന്നു. അതായത് തികച്ചും സാങ്കേതികമായ കാര്യം നിലനിൽക്കുന്നു എന്നാണ് റവന്യൂ വകുപ്പ് വ്യക്തമാക്കുന്നത്. കാരണം ഹൈക്കോടതിയുടെ ഉത്തരവായതുകൊണ്ട് തന്നെ ഈ ഒരു നടപടികളുമായി മുമ്പോട്ട് പോവുകയല്ലാതെ മറ്റു മാർഗങ്ങൾ തങ്ങൾക്കില്ല. അത് ചെയ്യാതിരുന്നാൽ അത് ഹൈക്കോടതിയുടെ ഉത്തരവിന്റെ ലംഘനമായി തീരും. അത് റവന്യൂ വകുപ്പിന് തിരിച്ചടിയാകും. അതിന് മറുപടി പറയേണ്ടി വരും. ഇതിനോടകം തന്നെ ഇത്തരം കേസുകളുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നേരിടേണ്ടിയില്ലെങ്കിൽ വിമർശനങ്ങൾ കോടതിയിൽ നിന്ന് റവന്യൂ വകുപ്പിന് കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നടപടികളുമായി മുമ്പോട്ട് പോകാതിരിക്കുവാൻ കഴിയില്ല എന്നാണ് റവന്യൂ വകുപ്പ് നിലപാടെടുത്തിരിക്കുന്നത്. അതിൽ ഈ വ്യാപാര സ്ഥാപനങ്ങളിലെ ഉടമകൾ ആവശ്യപ്പെടുന്നത് തങ്ങൾ ഇതിൽ നിന്ന് ഉപജീവനം കണ്ടെത്തുന്ന വർഷങ്ങളായി 50 വർഷത്തോളമായി ഈ ഒരു സ്ഥാപനത്തിൽ നിന്ന് ഉപജീവനം കണ്ടെത്തുന്ന ആളുകളായതുകൊണ്ട് തന്നെ തങ്ങൾക്ക് എടുത്തു മാറ്റുന്നതിന് ഒരാഴ്ച സമയം വേണം എന്നുള്ള ആവശ്യമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. അവർ അത് തന്നെ ആവർത്തിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. എന്തായിരുന്നാലും